Sizzling, salt and pepper. Bum 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 bum. ഹായ് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറുമായിട്ട് നിൽക്കുന്നത് ടർട്ടിൽ ഓൺ ദ ബീച്ച്, കോവളത്തുള്ള 5 സ്റ്റാർ ഹോട്ടലാണ്. പിന്നെ കോവളത്തെ ഒരുപാട് കാഴ്ചകൾ, കടലിൻ്റെ കാഴ്ചകൾ, ഇതെല്ലാം സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ പല എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു, പറഞ്ഞു തന്നു. എന്നിട്ടും എന്തേ കോവളത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോവളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു ഇൻ്റർനാഷണൽ ബീച്ചാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോക ഭക്ഷണങ്ങളുടെ ഒരു സംഗമ സ്ഥലം കൂടെയാണ്. സ്വാഭാവികമായിട്ടൊരു ഇൻ്റർനാഷണൽ ടൂറിസം ഏരിയയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വരുന്ന കാരണം അവരുടെ ഭക്ഷണങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഈ ഇൻ്റർനാഷണൽ ഭക്ഷണത്തിന് പേര് കേട്ട ഒരു സ്ഥലമാണ് ടർട്ടിൽ ഓൺ ദ ബീച്ച് എന്ന് പറയുന്നത്. ടർട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ കടലിലുള്ള ആമയുണ്ടല്ലോ, കടലിലുള്ള ആമ ബീച്ചിലേക്ക് വന്ന് കയറി കിടക്കുന്നു. എന്തായിരിക്കും അതിൻ്റെ പിന്നിൽ? ഉറപ്പായിട്ട് ഇവിടുത്തെ രുചി കൊണ്ടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ആ ആമ ഇങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ബീച്ചിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. എനിവേ ഇതൊരു ബ്യൂട്ടിഫുൾ നെയിമാണ്. ഈ പേര് പറയുന്നത് പോലെ തന്നെ ഇവിടുത്തെ ഭക്ഷണങ്ങൾക്കുണ്ട് ഒരുപാട് പ്രത്യേകതകൾ. അങ്ങനെ കോവളത്തിൻ്റെ രുചിയിലൂടെ വീണ്ടും വീണ്ടും എനിക്ക് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ എത്ര യാത്ര ചെയ്തു കഴിഞ്ഞാലും ഇവിടുത്തെ രുചിയുടെ ലോകം നിങ്ങളുടെ മുന്നിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഇനിയും ഒരുപാട് വരവ് ചിലപ്പോൾ ഇവിടെ വരേണ്ടി വരും. ഇവിടുത്തെ കൗതുകങ്ങൾ കണ്ടായിരുന്നു. എല്ലാം ഈ നിൽക്കുന്ന സ്റ്റാച്ചു, ഇതെല്ലാം ഒറ്റത്തടിയിൽ നിർമ്മിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ സ്റ്റാച്ചു മാത്രമല്ല കേട്ടോ, ഈ കാണുന്ന വലിയ ബെഞ്ച്, ഈ ഡെസ്ക്, ഇതെല്ലാം ഒറ്റത്തടിയിൽ ഒറ്റ മരത്തിൽ നിർമ്മിച്ചിരിക്കുകയാണ്. കൗതുകങ്ങളുടെ ഒരു ലോകം തന്നെയാണ്. ഒരുപാട് കൗതുക കാഴ്ചകൾ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്, കൗതുകരമായ രുചികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അകത്ത് പോയി ഞാൻ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി വരട്ടെ, എന്നിട്ട് നമുക്കിവിടുത്തെ കൗതുകങ്ങളിലേക്ക് കൂടുതലായിട്ട് ആഴ്ന്നിറങ്ങാം. Hello. Pradeep, Kaumudi TV, Salt and Pepper. Welcome to Turtle on the Beach. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സർ. Thank you. സർ, ഗുഡ് നെയിം? എൻ്റെ പേര് ഷിബു തോമസ് കുരുവില, ഇവിടുത്തെ ജനറൽ മാനേജർ ടർട്ടിൽ ഓൺ ദ ബീച്ചിൻ്റെ. വളരെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കണ്ടതും കേട്ടതുമൊക്കെ. സത്യത്തിൽ ഇനി എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ഭക്ഷണത്തിൻ്റെ എന്തോ ഒരു രഹസ്യമുണ്ടെന്ന്. എന്തൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണങ്ങൾ? എങ്ങനെ? ഇവിടുത്തെ സ്പെഷ്യാലിറ്റി, നമ്മൾ ബേസിക്കലി ബീയിങ് സൗത്ത് കേരളൈറ്റ്സ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്ന, നമ്മൾ കൂടുതലും നാടൻ ഭക്ഷണങ്ങളാണ് ഇവിടെ ഗസ്റ്റുകൾ പ്രിഫർ ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള ഷെഫ്മാർ നമുക്കുണ്ട്. സോ ബേസിക്കലി സൗത്ത് ഇന്ത്യൻ ഫുഡ് ഈസ് വെരി ഫേമസ് ഹിയർ. പ്ലസ് കോണ്ടിനെൻ്റൽ ഫുഡ്, നമുക്ക് ലോട്ട് ഓഫ് ഫോറിൻ ഗസ്റ്റ് കംസ് ഓവർ. ഒരു ഒക്ടോബർ ഓൺവേർഡ്സ് വി ഹാവ് ലോട്ട് ഓഫ് ഫോറിനേഴ്സ് ഹു കംസ് ഓവർ ഹിയർ. സോ what we do is we have a lot of good chefs who do good continental food also. Okay. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളെന്തായിരുന്നാലും നമുക്ക് നമ്മുടെ നാടൻ ഭക്ഷണങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. നമ്മളെന്തായാലും ഒരു ഇൻ്റർനാഷണൽ ബീച്ചിൽ വന്നിട്ട് നമുക്ക് രാജ്യാന്തരം തേടിപ്പോയാലോ? എന്ത് പറയുന്നു? ഒരു ഇൻ്റർനാഷണൽ ഫുഡ് സ്റ്റൈലിലോട്ട് പോകുന്നില്ലേ ഇന്ന് രസം? For sure. എന്നാൽ പിന്നെ ഇവിടുത്തെ ഷെഫിനെ ഒന്ന് പരിചയപ്പെടുത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര്? ഷെഫിൻ്റെ പേര് അഭിലാഷ് കുട്ടൻ. അപ്പം ഞാൻ ഈ അഭിലാഷിനെ പോയി ഒന്ന് തപ്പിക്കോട്ടെ? ഷുവറായിട്ടും. താങ്ക് യു. അപ്പോൾ അഭിലാഷിനെ ഞാൻ ഇവിടുന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്താൻ പോവുകയാണ്. അദ്ദേഹം ഇവിടെ ഒരുപാട് ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് വളരെ തിരക്ക് പിടിച്ച ഒരാളാണ്. ഞാൻ പോയിട്ട് വരാം, ഒരു ബ്രേക്ക് എടുക്കുകയാണ്. നിങ്ങൾ ഈ സമയത്ത് കുറെ കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇനിയുണ്ട് ഒരുപാട് കാഴ്ചകൾ. മടങ്ങി വരാം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക്. അപ്പോൾ നമ്മൾ വളരെ കൗതുകമുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് മടങ്ങി വരുന്നത്. ടർട്ടിൽ ഓൺ ദ ബീച്ച് അല്ലേ? ശരിക്കും ആ കടലിനെ ഫേസ് ചെയ്ത് അങ്ങനെ ടർട്ടിൽ ഇവിടെ കോവളത്തിങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. ഇനി ഇവിടെ തല ഉയർത്തി നിൽക്കുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. അത് ഇവിടുത്തെ ടേസ്റ്റ് ആണല്ലേ. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ കറുത്ത കരങ്ങൾ അഭിലാഷിന്റെയാണ്. അഭിലാഷാണ് ഇവിടുത്തെ വളരെ ഒരുപാട് ആരാധകരുള്ള ഷെഫാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ ഉണ്ടാക്കുന്നത്? ഇന്ന് നമ്മൾ ഒരു പ്രോൺസിന്റെ ഡിഷാണ്. അത് സിസ്ലിംഗ് ഗാംബാസ് എന്ന് പറയാം. അത് സിസ്ലിംഗ് ഗാംബാസ്. ഇത് ശരിക്കും ഈ ചില ഇംഗ്ലീഷ് പാട്ടുകൾ കേൾക്കുമ്പോഴുണ്ട്, അതിന്റെ വരി പോലെ ഉണ്ട്. എന്താണ് സിസ്ലിംഗ് ഗാംബാസ്? ഗാംബാസ് എന്ന് പറയുന്ന ഒരു സ്പാനിഷ് ഒരു പ്രോൺസിന്റെ ഒരു തന്മയാണ്. പ്രോൺസിനെ പറയുന്നതാണ് സ്പാനിഷിൽ പ്രോൺസിന്റെ ശരിക്കുള്ള വിളിപ്പേരാണോ ഗാംബാസ് എന്ന് പറയുന്നത്? അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? മെയിൻ ആയിട്ടുള്ളത് പ്രോൺസ്, ഡൈസ് ചെയ്ത ഓണിയൻസ്, ഇത് ഡൈസ് ചെയ്ത കളേർഡ് പെപ്പേഴ്സ്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്,
റെഡ് ഉണ്ട്, ഡൈസ് ടൊമാറ്റോസ്, സോൾട്ട്, ഇത് റെഡ് ചില്ലി ഫ്ലേക്സ്, ഇത് ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ, പാസ്ലി ആൻഡ് ബേസിൽ, രാമതുളസിയാണത്, സ്ലൈസ് ഗാർലിക്, അത് കഴിഞ്ഞാൽ ഒലിവ് ഓയിൽ ആൻഡ് വൈറ്റ് വൈൻ. ശരി, തുടങ്ങാം. 5 സ്റ്റാർ ഡിഷാണ് കേട്ടോ ഇന്ന് ഈ പ്രിപ്പയർ ചെയ്യണത്. എൻ്റെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കി. ആദ്യം എന്താ ചെയ്യുന്നത് നോക്കാം. ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലാണ് ഇത്. മറ്റേ സ്പാനിഷ് ഇറ്റാലിയൻ ഡിഷസ് ആയതുകൊണ്ട് നമ്മൾ നോർമലി ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് സ്ലൈസ് ചെയ്ത വെളുത്തുള്ളി, ആ വെളുത്തുള്ളിയെ ഒലിവ് ഓയിലിട്ട് സോട്ട് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, നമുക്കിതിലേക്ക് ഡൈസ്ഡ് ഓണിയൻസ്. ഡൈസ്ഡ് ഓണിയൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? ക്യൂബായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ടൊമാറ്റോസ് കുറച്ച് ലാസ്റ്റിൽ ആഡ് ചെയ്താൽ മതി. കാരണം വെച്ചാൽ പെട്ടെന്ന് ഇതായതുകൊണ്ട്. ക്യാപ്സിക്കം കളർഫുൾ ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. യെല്ലോ, റെഡ്, ഗ്രീൻ. അപ്പോൾ അതിൻ്റെ ഒരു കളർ ഭയങ്കര രസമായിരിക്കും ഇത് ഫ്രണ്ടിൽ എത്തുമ്പോഴേക്കും. നമ്മൾ ഇതിലേക്ക് അതിൽ പ്രോൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രോൺസ് ആഡ് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ ടൊമാറ്റോ ഡൈസ് ചെയ്തിടുന്നു. അതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഫ്ലേവറിങ് തരുന്നത് ബേസിലാണ്. മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതാ വരുന്നേ ഉള്ളൂ. ബേസിൽ ലീഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്തുണ്ട്. രാമതുളസി, അടുത്തൊരു ഇതാണ് നമ്മൾ വൈറ്റ് വൈൻ. നമുക്ക് ഇത് വൈൻ ഇല്ലാണ്ടും നമുക്കിത് ചെയ്യാം. പക്ഷേ അതിൻ്റെ ആ ഫ്ലേവർ ശരിക്കും നമുക്ക് ആ പ്രോൺസിലേക്ക് കിട്ടണമെങ്കിൽ വൈൻ തന്നെ വേണം. വൈറ്റ് നോർമലി വൈറ്റ് റെഡ് വൈനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ സീ ഫുഡിന് നമ്മൾ നോർമലി വൈറ്റ് വൈനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. ഒരു ഓൾമോസ്റ്റ് 3 to 4 minutes മതി പ്രോൺസ് കുക്കാവാൻ. അത് പിന്നെ ഓവറായി കഴിഞ്ഞാൽ അതിനൊരു റബ്ബറി ഫീലിങ്സ് വരും. ഓക്കെ, നമുക്കിത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് പാസ്ലി, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മൾ സോൾട്ട്, കുറച്ച് ക്രഷ് പെപ്പറും. ഇത് ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. നമുക്കിനി അത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. വളരെ ഫാസ്റ്റ് ആയിട്ടല്ലേ? ഒരു സ്റ്റാർ കൂടുമ്പോഴേക്കും അതിൻ്റെ ഒരു വേഗത കണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇത് ഓർഡർ ചെയ്തിട്ട് കഴിക്കാണ്ടിരിക്കണ ഇന്നിപ്പോൾ 1 മണിക്കൂർ വെയിറ്റ് ഇരിക്കേണ്ടി വന്നേനെ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രോൺസ് ഒരുപാട് വേകാനൊന്നും അനുവദിച്ചില്ല. കാരണം എങ്കിൽ അത് റബ്ബർ പോലെ ആയിപ്പോൾ നമ്മളത് ചുമ്മാ ചവച്ചുകൊണ്ടിരിക്കണം. ഇത് അല്ലേ കറക്റ്റായിട്ട് എടുക്കണം. വളരെ സമയം 4 minutes അതിന് കൂടുതൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല. കുറച്ച് ചവച്ചുകൊണ്ടിരിക്കുക അല്ലാണ്ട് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. 4 minutes മതി അത് ഉണ്ടാക്കിയെടുക്കാൻ. റെഡി? ആഹാ, എനിക്ക് കണ്ടോ നമ്മുടെ ഈ കോവളത്ത് വരുമ്പോഴേക്കും ഉള്ള ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഒരു സ്റ്റൈൽ. സ്പാനിഷ് ഡിഷാണെങ്കിലും ഇത് ശരിക്കും നമ്മുടെ ഒരു കേരളീയത കിടപ്പുണ്ടല്ലേ? ഇത് ശരിക്കും സിസ്ലർ പ്ലാറ്റർ ആണത്. നമ്മൾ നോർമലി നമ്മൾ ഗ്രിൽഡ് ഐറ്റംസ് എന്തെങ്കിലും ചെയ്തിട്ട് നമ്മളിത് പ്ലേറ്റ് ചൂടാക്കിയിട്ട് നമ്മൾ ഇതിൽ ഇത് ബട്ടറൊക്കെ ഇട്ട് ഫ്യൂംസ് വന്നിട്ട് നമ്മൾ സിസ്ലിംഗ് ഗാംബാസ് ആണ് നോർമലി നമ്മൾ സിസ്ലർ പ്ലേറ്റ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ചൂടാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിലാണ് സെർവ് ചെയ്യുന്നത്. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് എനിക്ക് ഒരുപാട് വാച പഠിക്കാൻ വയ്യാം. ഓക്കെ, എനിക്കറിയാം ഇത് തീരുന്നതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് കാണണമെന്നുണ്ടല്ലേ? കാണുമോ? സിസ്ലിംഗ് ഗാംബാസ്. എനിക്ക് ഇതിന്റെ പേരങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഇതിന്റെ രുചി അത് ടേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോൺസിനെടുക്കാം. ശ്രദ്ധിച്ച് കഴിക്കുക. അതിൽ ഷെല്ലുണ്ട്, അത് അതിൻ്റെ ഭംഗിയാണ്. നമ്മളത് റിമൂവ് ചെയ്തിട്ട് കഴിക്കുക. നമുക്ക് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ എളുപ്പത്തിനാണ് നമുക്കത് കൂടെ അതിന്റെ ഒരു വാല് വെച്ചിരിക്കുന്നത് അല്ലേ? അതിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ചൂട് പറയുന്നു. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉപദ്രവിക്കുന്ന എരിവോ ഒന്നും പുറത്തൊന്നും, പക്ഷെ എല്ലാത്തിൻ്റെ ഫ്ലേവർ അതിനകത്ത് നിൽപ്പുണ്ട്. നമ്മൾ എന്തൊക്കെയാണോ ആഡ് ചെയ്തത് അതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് ശരിക്കും ഇങ്ങനെ കിട്ടുന്നുണ്ട്.
പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇനി തൊട്ട് നമ്മളും ഈ പ്രോൺസ് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതിനെ ഒരുപാട് വേവിക്കുമ്പോഴാണ് അത് ഈ ബാക്കിയകത്ത് പോയിട്ട് റബ്ബർ പോലെ നമ്മളത്തെ മറ്റേ ചൂയിങ്കം പോലെയൊക്കെ പ്രോൺസിനെ ചവയ്ക്കേണ്ടത്. അത് അലിഞ്ഞു പോയ വഴി ഞാൻ അറിയത്തില്ല. ഞാൻ പ്രോണാണോ ശകലം അലുവയാണോ എടുത്ത് കഴിച്ചതെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയാനില്ല, ഇതൊരു വേറിട്ട ടേസ്റ്റാണ്. ശരിക്കും ഇതൊരു സ്പാനിഷ് ടേസ്റ്റ്, അത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഗംഭീരം കേട്ടോ. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കണം. അത്ര മനോഹരമായിട്ടാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കണല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാ ഉണ്ടാക്കണമെന്ന് ഒന്നുകൂടെ ഒന്ന് കാണണ്ടേ? യെസ്, ദാ വരുന്നു റീക്യാപ്പ്. അല്ലേ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായി. പക്ഷെ എന്നാലും ഒരു മാന്ത്രികനായ ഷെഫിനെ അടുത്ത് കിട്ടുന്നു. താങ്കളൊരു മാന്ത്രികനായ ഷെഫ് തന്നെയാണ് അഭിലാഷ്. താങ്കളെ പെട്ടെന്ന് അങ്ങനെ വിടാൻ പറ്റത്തില്ല. എന്നാലും എൻ്റെ ഒരു ഡൗട്ട്, ഇത് ഈ പ്രോൺസ് കൊണ്ട് ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഇതാണോ അതോ ഇനിയും ഉണ്ടോ ഇതുപോലത്തെ പരിപാടികൾ? ഇതിൽ നമുക്ക് സൗത്ത് ഇന്ത്യൻ പ്രിപ്പറേഷൻസ് ഉണ്ട്, അതിലേക്ക് ചൈനീസ് പ്രിപ്പറേഷൻസ് ഉണ്ട്. അതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, ഒരു മെയിൻ ഡിഷാണ് പ്രോൺസ് ടെമ്പൂറ എന്ന് പറയുന്നത്. പ്രോൺസ് ടെമ്പൂറ. അത് എന്താണ് ശരിക്കും? അതൊരു ഡീപ് ഫ്രൈഡ് സ്നാക്സ് ആണ് ശരിക്കും. ആണോ? നിങ്ങൾ അത് കേട്ടപ്പോഴേക്ക് അതുകൂടെ ഒന്ന് ഉണ്ടാക്കി കൊള്ളാമെന്ന് അവർക്കൊക്കെ ഭയങ്കര ആഗ്രഹം. എന്നാ പിന്നെ നമുക്ക് അതും കൂടെ ഉണ്ടാക്കിയാലോ? ഓക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇതിങ്ങനെ ഉണ്ടാക്കി തരാമെന്ന് എന്നോട് പറഞ്ഞത്. അപ്പോഴേക്കും ഇത് വളരെ ഫാസ്റ്റായിട്ട് 4 മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹം കുക്ക് ചെയ്തത്. ഇനിയും കുറച്ച് സമയം കിടപ്പുണ്ട്. ഇദ്ദേഹത്തിനാണെങ്കിൽ ഈ പാചക കലയിൽ ഇദ്ദേഹം ഒരു കിങ് കൂടെയാണ്. അപ്പൊ പിന്നെ ഇദ്ദേഹത്തെ വെച്ചിട്ട് നമുക്ക് അതുകൂടെ ഒന്ന് പോകാം. അതിന്റെ പേര് ഒന്നുകൂടെ പറഞ്ഞേ. പ്രോൺസ് ടെമ്പൂറ ജാപ്പനീസ് പ്രിപ്പറേഷൻ ആണ്, ഒരു സ്റ്റാർട്ടർ ആണ്. നമ്മള് സ്പെയിനിലായിരുന്നു ഫസ്റ്റ് നമ്മൾ നിന്നത്. അവിടെ നേരെ ട്രാവൽ ചെയ്ത് ജപ്പാനിലേക്ക് എത്തിയിരിക്കുകയാണ്. ജാപ്പനീസിന്റെ ഒരു ഇത് പ്രോൺസ് ടെമ്പൂറ എന്ന് പറയും. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് ഇതിൽ ബേക്കിംഗ് പൗഡർ, നമുക്ക് കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലവർ എന്ന് പറയും, നമ്മൾ മൈദ, ഒരു സോൾട്ട്, വൈറ്റ് പെപ്പറാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്, പിന്നെ ഓയിൽ ഫോർ ഫ്രൈങ്. ഈ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ആവശ്യമില്ല വെള്ളം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ശരി, പിന്നെ ഷോ. ഒരു ഡീപ് ഫ്രൈഡ് ഐറ്റമാണ്. നമുക്ക് അതിലേക്ക് എണ്ണ ചെയ്യും. നമുക്കിനി ഇതിൻ്റെ ഒരു ബാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നമ്മൾ സാധാരണ ഈ നമ്മൾ പഴംപൊരി ഇതുപോലെയൊക്കെ ഉണ്ടാക്കില്ല, ആ തിക്നെസ്സിലാണ്. പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന അതേ തിക്നെസ്സിൽ ഒരു മാവ് എടുക്കുക. നമ്മളിപ്പോൾ നോർമലി എടുക്കുമ്പോൾ നമ്മളിതിൽ ഈ മൈദയും കോൺഫ്ലോറും ഓരോ ഈക്വൽ ക്വാണ്ടിറ്റീസ് ആണ്. ശ്രദ്ധിച്ചോളൂ, മൈദ എത്ര ഇടുന്നോ അത്ര തന്നെ കോൺഫ്ലവർ, ഉപ്പ്, വൈറ്റ് പെപ്പർ എല്ലാം ആദ്യം തന്നെ ചേർക്കണം അല്ലേ? എല്ലാം ആദ്യം ചേർക്കണം. വൈറ്റ് പെപ്പർ ഒരു ഹാഫ് ടീസ്പൂൺ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതൊരു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതിനെ ഒന്ന് മിക്സ് ചെയ്യാൻ തുടങ്ങി. നമ്മളൊരു 5 മിനിറ്റ് ഇത് വെക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബേക്കിംഗ് പൗഡറിൻ്റെ ആ റിയാക്ഷൻ ഉണ്ടായിട്ട് നമുക്ക് ശരിക്കും ആ പ്ലഫി വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കണ്ടോ 5 മിനിറ്റ് പോയി, അത് കറക്റ്റായി. കറക്റ്റ് ഒരു സ്മൂത്ത് ഒരു പേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ പഴംപൊരിയുടെ ഒരു ബാറ്റർ കൺസിസ്റ്റൻസിലേക്കായി. നമുക്കിപ്പോൾ ഓയിൽ ഓൾമോസ്റ്റ് ഒരു ഡൺ ആയിട്ട് നമുക്കൊന്ന് ഈ സമയം കൊണ്ട് തന്നെ ഈ 5 മിനിറ്റ് കൊണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി നിൽപ്പുണ്ട്. പക്ഷേ അതിൻ്റെ വലിയ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. ഈ പുള്ളിക്കാരനെ പേടിച്ചിട്ടായിരിക്കും. നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ മീഡിയം പ്രോൺസ് ആണ്. അപ്പോൾ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യാം. ഇനി ഇതിനെ മുക്കിയെടുക്കണം അല്ലേ? ഇതിൽ മുക്കിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ടെയിൽ നമ്മൾ റീറ്റെയിൻ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ എൻ്റെ ബോഡി മാത്രം നമ്മൾ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഡിഷ് പറഞ്ഞ പോലെ ഒരു 3 to 4 മിനിറ്റ്സ്. ഇതും 3 to 4 മിനിറ്റ്സ് മതിയല്ലേ? ഇതിന്റെ കളർ ഇപ്പോൾ വൈറ്റ് ആയിരുന്നു. ഇത് എന്ത് കളർ ആകുമ്പോൾ നമുക്ക് ഇതിനെ പൊക്കി എടുക്കാം? ഒരു ഗോൾഡനിഷ് കളറിലാകുമ്പോൾ. ഗോൾഡൻ കളർ ആകുമ്പോൾ ഗോൾഡൻ കളർ. സംഭവം റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയ
ഒരു അസ്തമയ സൂര്യൻ്റെ ഒരു കളർ ഉണ്ടല്ലോ, ആ സൂര്യൻ്റെ എല്ലാ ഒരു പ്രകാശത്തിൻ്റെ കളർ, ഒരു ഗോൾഡൻ കളർ, ആ കളറായപ്പോഴേക്കും ഇങ്ങെടുത്തു. നോർമലി നമ്മൾ ഇതിൽ പ്രോൺസ് ടെമ്പറിൽ നമ്മൾ ജാപ്പനീസ് ഇതിലാണ് നമുക്ക് ലൈറ്റ് സോയ സോസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിപ്പ് ഇതിൻ്റെ ഡിപ്പാണ്. അതിൽ ജിഞ്ചർ ഉണ്ട്. എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് ലൈറ്റ് സോയ സോസ് ഉണ്ട്, ജിഞ്ചർ ഉണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട്, കുറച്ച് ലൈം ജ്യൂസ്, പിന്നെ ലൈം ജ്യൂസ്, കുറച്ച് സെലറി ചോപ്പ്. സെലറിയുടെ ഉപ്പ് വേണ്ട. കാരണം നമ്മൾ ഉപ്പ് സീസണിൽ നമ്മൾ നോർമലി ഈ സോയ സോസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി ഉപ്പുണ്ട് സോയ സോസിൽ. കടുവ് എടുക്കും പോലെ അത്ര ക്രിസ്പി ആയിട്ടുണ്ട്, പക്ഷേ കളർ ചേഞ്ച് ആയിട്ടില്ല. പ്രോൺസ് ടെമ്പൂറ സത്യം പറഞ്ഞാൽ ഇത് ഇപ്പം ജനിച്ച മറ്റേ ഈ കൊഞ്ചിനെ പോലിരിക്കുന്നു. മുട്ടയൊക്കെ വിരിഞ്ഞു വരത്തില്ലേ, അതുപോലെ ഒരു ഓമനത്ത് ഒരു കുട്ടിത്തം തോന്നുന്നുണ്ട് അത് കണ്ടിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിത്തം തോന്നുന്നതിനെ മുഴുവൻ അപ്പാടി എടുത്ത് വിഴുങ്ങാനുള്ള ഒരു ത്വരയും. പ്രോൺസ് ടെമ്പൂറ എത്ര മനോഹരമായിട്ടുണ്ടല്ലേ. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, പക്ഷേ ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ. എൻ്റെ അമ്മ കേട്ടോ, സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. വായ്ക്കകത്ത് വയ്ക്കുമ്പോൾ തന്നെ വായിൽ എക്സ്ട്രാ വെള്ളം ഊറുന്നൊരു ഫീൽ. പിന്നെ ആ കൊഞ്ച് അലിഞ്ഞങ്ങിറങ്ങി. അത് ആ കാര്യത്തിൽ കൊഞ്ച് പാചകം ചെയ്യാൻ ഞാൻ സോൾട്ട് ആൻഡ് പെപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ഷെഫ് താങ്കൾ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും എന്നെ കൊതിപിടിപ്പിച്ച ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് ഒന്നുകൂടെ കാണണ്ടേ? കണ്ടോളൂ ഒരു ഗംഭീര റീക്യാപ്പ്. വാ, എന്ത് പറഞ്ഞ് ഇന്ന് വൈൻഡപ്പ് ചെയ്ത് ഇറങ്ങി പോകണമെന്ന് അറിയത്തില്ല. ഈ ടേസ്റ്റിൽ ഞാൻ വീണുപോയി. ടർട്ടിൽ ഓൺ ദ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽക്കരയിൽ വന്നിരിക്കുന്ന കടലിലുള്ള ഏറ്റവും വലിയൊരു ആമയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സത്യത്തിൽ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ വിട്ട് പോകത്തില്ല കേട്ടോ. നമ്മൾ ടർട്ടിലുകളായിട്ട് ഈ ടർട്ടിൽ ഓൺ ദ ബീച്ചിൽ കിടന്ന് കറങ്ങാം. കാരണം ഇനിയും ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ടേസ്റ്റ് ചെയ്യാം, അത്ര ടേസ്റ്റി. പിന്നെ സോൾട്ട് ആൻഡ് പെപ്പറിന് തൽക്കാലം ഇറങ്ങി പോകാനുള്ള ടൈമായി. ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ കണ്ടതല്ലേ? ഫസ്റ്റ് നമ്മൾ സ്പെയിനിൻ്റെ ഒരു സ്പാനിഷ് ഡിഷ് കണ്ടു. പിന്നെ അതിനേക്കാളും എൻ്റെ മനം കീഴടക്കിയ ജാപ്പനീസ് ടേസ്റ്റ്. അങ്ങനെ സ്പെയിൻ, ജപ്പാൻ 2 രാജ്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനിയുമുണ്ട് ഒരുപാട് രാജ്യങ്ങൾ. തൽക്കാലം സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഞാനും അഭിലാഷും കൂടെ വളരെ നിർവൃതിയോടുകൂടി വൈൻഡപ്പ് അടിക്കാണ്. മറ്റു ചില രാജ്യത്തെ രുചികളുമായി നിങ്ങളുടെ ഭാഗ്യവും എന്റെ ഭാഗ്യമായിട്ട് ഞാൻ വരുന്നുണ്ട്. കാത്തിരിക്കൂ. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ ഇനി അടുത്ത ആഴ്ച.